അമ്മ എന്തെങ്കിലും തിന്നാണ്ടോ? കഞ്ഞിയാണ്. ഹലോ സൽമാനെ, എവിടെ? ഹലോ നിരന്തടാ, പറയടാ. ആടാ നമ്മക്കേ ഒരു സ്ഥലം വരെ പോവാണ്ട്. ഫുഡ് കഴിക്കാനാ? ആടെ ചെങ്ങായി വിശന്നിട്ട് വയ്യ. ഇക്കാണെങ്കിൽ ഒരു കിടിലൻ സ്പോട്ടും കിട്ടിയിട്ട് അവിടെ പോവല്ലേ? ഞാനേ ആശിക്കിനെ വിളിച്ചിട്ട് അപ്പൊ വേഗം പോരെ, നമുക്ക് വേഗം പോവാ. ഓക്കെ, ശരി ശരി. ഹായ് ഗൈസ്, നിരഞ്ജനാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് നിങ്ങളെല്ലാവരും കരുതുണ്ടാവും ഞാൻ ഇന്ന് ഓണസദ്യ കഴിക്കാൻ പോവാന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും അടിപൊളി ബീഫ് സുർബിയാനി കിട്ടുന്ന ഒരു കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ കട ഏതാണെന്നും കടേൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും ഞാൻ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാം. അപ്പോൾ പോന്നോളി. സോ ഗൈസ്, നമ്മുടെ ബീഫ് സുർബിയാനി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. അടിപൊളി ഗൈസ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ കിട്ടുന്നതിൽ ദി ബെസ്റ്റ് ബീഫ് സുർബിയാനിയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മീറ്റൊക്കെ നല്ല കുക്ക്ഡായ മീറ്റുമാണ്. അതേപോലെ തന്നെ റൈസൊക്കെ കറക്റ്റ് കുക്ക്ഡായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ പീസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ് നല്ലോണം വെന്തിങ്ങനെ നമുക്കിങ്ങനെ വിട്ട് പോരുന്നുണ്ട് തൊടുമ്പോൾ തന്നെ. സോ ഗൈസ്, നമ്മളിപ്പോൾ കഴിച്ചത് ഇവരുടെ ബീഫ് സുർബിയാനിയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോണേ ഇവരുടെ ഡൽഹി ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൽഫാം മന്തിയുണ്ട്. ഇവർക്ക് ബീഫ് സുർബിയാനി അല്ലാതെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അൽഫാമും അതേപോലെ തന്നെ ഷവായ, അതേപോലെ തന്നെ കുറേ വെറൈറ്റി ഓഫ് ബിരിയാണി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് കഴിക്കാൻ പോണത് എന്താണ്? നല്ല ഡൽഹി ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ അൽഫാമും മന്തിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് അൽഫാം മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചീസ് ലോഡഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ചീസൊക്കെ ആയിട്ടാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. എന്താ മോനെ, അടിപൊളി. ആ ചീസിൻ്റെ ഫ്ലേവറും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സൊക്കെ കയറി നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അൽഫാം, അടിപൊളി അൽഫാം. നമുക്കിനി ഒരു പീസും പിന്നെ കുറച്ച് മന്തി റൈസും കൂടി ഒന്നുകൂടിയും കഴിച്ചു നോക്കാം. മാൻ, മെൽട്ടാവും അത്ര സാധനമുണ്ട് ഇവരുടെ ഈ ഡൽഹി ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള അൽഫാം. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയെന്നതിലാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോൻ്റെ അവസാനം വരെ കണ്ടാലേ എനിക്ക് ലൊക്കേഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ലൊക്കേഷനൊക്കെ ചോദിക്കാം. ബോസ്, എവിടെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? നമ്മൾ തിരൂർക്കാട് ഹമദ് ITC ഉണ്ട്. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഓപ്പോസിറ്റ് KVR ടാറ്റൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ തിരൂർക്കാട് ആ ഒരു KVR ടാറ്റേൻ്റെ ഒക്കെ കുറച്ചൊന്നും ഒരു ഫ്രണ്ടിലേക്ക് വന്ന് അപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരിക. മസ്റ്റ് ഐറ്റംസ് ആണ് ഇവിടുത്തെ ആ ഒരു ബീഫ് സുർബിയാനും അതേപോലെ തന്നെ ഡൽഹി ചീസ് അൽഫാം. അമ്മോ, അത് വിഷയമാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.